ദൂരദർശൻ ഇതൊരു ചരിത്രമല്ല, മറിച്ച് ഒരു കാലഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ ഒരു തലമുറയുടെ ഓർമ്മകളാണ്. 1980കളിലും 90കളിലും ജീവിച്ചു വളർന്ന ഒരു സമൂഹത്തിൻ്റെ ചിന്തകളെയും ഇഷ്ടങ്ങളെയും സ്വഭാവങ്ങളെയും ഒരുപാട് സ്വാധീനിച്ച, നെഞ്ചോടടക്കി പിടിച്ച ഒരു വികാരമായിരുന്നു ദൂരദർശൻ. ഇന്നത്തെ ചാനൽ കോമാളിത്തരങ്ങളൊന്നുമില്ലാത്ത, കരഞ്ഞ് തളർത്തുന്ന മെഗാ സീരിയലുകളില്ലാത്ത, പകരത്തിന് പകരം വയ്ക്കാനാവാത്ത ഒരുപിടി നല്ല അവതരണങ്ങളും പരിപാടികളും നമ്മുടെ സ്വീകരണ മുറികളിലേക്ക് എത്തിയിരുന്ന നല്ല കാലം. അതെ, ദൂരദർശൻ ഒരു തലമുറയുടെ നൊസ്റ്റാൾജിയാണ്. രാവിലെ 6 മണിക്ക് വന്ദേമാതരം കേട്ടുകൊണ്ടുള്ള തുടക്കം, തുടർന്ന് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് മനസ്സിലാക്കി തരുന്ന സ്കൂൾ ചലേ ഹം. सवेरे सवेरे यारों से मिलने बन ठन के निकले सवेरे सवेरे यारों से मिलने घर से दूर चले हम, रोके से ना रुके हम, मर्जी से चले हम, बादल सा गरजे हम, सावन सा बरसे हम, सूरज सा चमके हम, स्कूल चले हम, स्कूल चले हम. രാഷ്ട്രീയ സാക്ഷരതാ മിഷൻ. ഇന്ത്യയിലെ എല്ലാ സംസ്കാരങ്ങളെയും ഇഴചേർത്തുകൊണ്ടുള്ള മിലേ സുർ മേരാ തുമാര. അതിൽ മലയാളിയെ പ്രതിനിധീകരിക്കുന്ന ആനപ്പുറത്തിരിക്കുന്ന ചേട്ടനെ കാണുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷമാണ്. മിലേ സുർ മേരാ തുമാര തോ സുർ ബനെ ഹമാര. तरज थई म्यान तरज एक वट बनिए सान तरज. तेरा सुर मिले मेरे सुर दे नाल, मिलके बने एक नवा सुरताल. मुंहिंजो सुर तुंहिंजे सां प्यारा मिले जॾहिं, गीत असां जो मधुर तरानो बणे तॾहिं. അങ്ങനെ എന്തെല്ലാം. ഞായറാഴ്ച രാവിലെ സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്ന ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിയ രംഗോലി, ചന്ദ്രകാന്ത എന്ന സുന്ദരിയായ രാജകുമാരിയുടെ കഥ പറഞ്ഞു തന്ന ചന്ദ്രകാന്ത എന്ന സീരിയൽ, ഇവയൊക്കെ ഇന്നും നമ്മുടെ മനസ്സിൽ ഒരു സിനിമ പോലെ നിറഞ്ഞു നിൽക്കുന്നു. चंद्रकांता की कहानी ये माना है पुरानी, ये पुरानी होकर भी बड़ी लगती है सुहानी. नौगढ़ विजयगढ़ में थी तकरार, नौगढ़ कथा जो राजकुमार चंद्रकांता से करता था प्यार, चंद्रकांता से करता था प्यार. പിന്നീട് രാമാനന്ദ സാഗറിന്റെ ശ്രീകൃഷ്ണ, ഓം നമഃശിവായ, ജയ് ഹനുമാൻ, ശക്തിമാൻ. കൃഷ്ണ
ताण्डवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमतां वरिष्ठं പിന്നെ വൈകുന്നേരം 4 മണിക്കുള്ള സിനിമകൾ. അതൊരു നല്ല കാലമായിരുന്നു. അത് ആ കാലങ്ങളിൽ ജനിച്ചവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞ, മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കാൻ കഴിയാത്ത ഒരു ഫീലാണ്. കൂടാതെ മനസ്സിനെ തലോടി കടന്നുപോയ നിലവാരമുള്ള എത്രയോ നല്ല അഡ്വർടൈസ്മെന്റുകൾ. वॉशिंग पाउडर निर्मा दूध सी सफेदी निर्मा से आए रंगीन कपड़ा भी सिल सिल जाए निर्मा ने बांधा तमाम वॉशिंग पाउडर निर्मा निर्मा ये कौन सा पेन है? रोटोमैक, लिखते लिखते लव हो जाए। लिखते लिखते लब हो जाए। ये ज़मीं ये आसमां, हाँ ये ज़मीं ये आसमां, हमारा कल हमारा आज, हमारा कल हमारा आज, बुलंद भारत की बुलंद तस्वीर, हमारा बजाज बुलंद भारत की बुलंद तस्वीर, हमारा बजाज Come on India, come on India, दिखा दो दुनिया को हिला दो, come on India, दिखा दो हिला दो, come on India, हिला दो हिला दो, come on India, दिखा दो दुनिया को हिला दो, थोड़ा सा दिल थोड़ा सा विल ले आओ, थोड़ा सा दिल थोड़ा सा विल, थोड़ा सा इंडिया, थोड़ा सा विल. 1985 മലയാളം ദൂരദർശൻ പ്രക്ഷേപണം ആരംഭിക്കുമ്പോൾ നാം കേട്ടതാണ്. നമസ്കാരം. പ്രധാന വാർത്തകൾ വായിക്കുന്നത് ബാലകൃഷ്ണൻ. സ്ത്രീ ശബ്ദമാണെങ്കിൽ അത് മായയോ രാജേശ്വരി മോഹനോ ഹേമലതയോ ആയിരിക്കും, ഉറപ്പ്. ഇന്നത്തെ പോലെ മാധ്യമ കോമാളിത്തമില്ല. 7 മണി തൊട്ട് 15 മിനിറ്റാണ് കണക്ക്. കൂടിയ താപനില കുറഞ്ഞ താപനില കൂടി കഴിയുമ്പോൾ ചിലപ്പോൾ 5 മിനിറ്റ് കൂടി കൂടും. അതൊരു വെള്ളിയാഴ്ചയാണെങ്കിൽ അദ്ദേഹം കുറെ പ്രാക്കും വാങ്ങിക്കും. കാരണം ആ പോയ 5 മിനിറ്റ് ഞങ്ങളുടെ ചിത്രഗീതത്തിലെ ഒരു പാട്ടാണ്. എന്തൊക്കെയാണെങ്കിലും ഭൂതല സംപ്രേഷണം 8 മണിക്ക് തീരും. പിന്നെ ആകെ മൊത്തം ഹിന്ദിക്കാർ രംഗം കൈയടക്കും. പിന്നീട് വെള്ളി ശനി ദിവസങ്ങളിൽ രാത്രി ഹിന്ദി സിനിമ കാണും. മിക്കവാറും ദിവസങ്ങളിൽ ഗോവിന്ദ അല്ലെങ്കിൽ അനിൽ കപൂർ ആയിരിക്കും നായകൻ. ഞായറാഴ്ചത്തെ മലയാളം സിനിമയാണെങ്കിൽ മിക്കവാറും സുരേഷ് ഗോപിയുടെ ഇടിപ്പടമായിരിക്കും. തിങ്കളാഴ്ച മുതൽ പിന്നെയും സ്കൂളിലേക്ക്. സ്കൂളില്ലാത്ത ദിവസങ്ങളാണെങ്കിൽ 2:30 തുടങ്ങും സീരിയൽ കാണൽ. ജ്വാലയായും മരുഭൂമിയിലെ പൂക്കാലവും മുടങ്ങാതെ കാണും. മഞ്ഞു ചൊരിഞ്ഞിട്ടും മനസ്സിൽ കനലുകൾ എരിയുന്നു, ഇടവം മാറി പെയ്തിട്ടും അണയാതാളിപ്പടരും ജ്വാലയാ. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം അധിക നേരമുള്ള കളിയില്ല. കാരണം മധുമോഹന്റെ മാനസി കാണാൻ പോണം. ഓൻ അക്കാലത്തെ ഒരു പുലി തന്നെയായിരുന്നു. പിന്നെ ഒരിക്കലും നഷ്ടപ്പെടുത്താത്ത ഒരു പരിപാടിയായിരുന്നു ആഴ്ചയിൽ 1 ദിവസമുള്ള തിരനോട്ടം.
അത് കണ്ടാലേ അടുത്ത ഒരാഴ്ചത്തെ പരിപാടികളെക്കുറിച്ച് ഒരു ധാരണ കിട്ടും. നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് തിരുനോട്ടം പരിപാടിയിലേക്ക് സ്വാഗതം. തിങ്കളാഴ്ച വൈകിട്ട് 6-ന് ലളിതഗാനങ്ങൾ. സ്മൃതി തൻ ചിറകിലേറി ഞാനും ശ്യാമഗ്രാമഭൂവിലണയുന്നു. അരയാലും കുളവും ഈ കൽപ്പടവും പുനർജന്മമെനിക്കേകുന്നു. ഞാൻ എന്റെ ബാല്യത്തിൻ തീരത്ത് നിൽക്കുന്നു. വൈകിട്ട് 6:30-ന് ജംഗിൾ ബുക്ക്. പിന്നെ എല്ലാ കാലത്തും ഏത് നേരത്ത് വേണമെങ്കിലും വരാവുന്ന ഒരു പരിപാടിയായിരുന്നു മഴവില്ലഴകുമായി എത്തുന്ന തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു എന്ന വാചകം. ഏറ്റവും രസം ഇതല്ല, ഒരു കാറ്റ് എവിടുന്നെങ്ങാനും വന്നു പോയാൽ അപ്പോഴേക്കും പോകും ചാനൽ. പിന്നെ ആന്റിനെ പിടിച്ച് തിരിച്ച് ശരിയാക്കലാണ് പ്രധാന പണി. അപ്പോഴേക്കും കണ്ടുകൊണ്ടിരുന്നതെല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ടാവും. ഞങ്ങൾ ഈ പറഞ്ഞതും നിങ്ങൾ ഈ കണ്ടതും കേട്ടതും ഒരു തലമുറയ്ക്ക് മേൽ ദൂരദർശൻ എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ നേർസാക്ഷ്യമാണ്. നിങ്ങളിൽ ചിലരെയെങ്കിലും ആ നല്ല ഓർമ്മകളിലൂടെ കൂട്ടിക്കൊണ്ടുപോകാൻ സാധിച്ചു എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. തുടർന്നും ഒരുപാട് നല്ല അവതരണങ്ങളുമായി നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതായിരിക്കും. കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.